സർ, രാവിലെ ഭയപ്പെടുത്തുന്നതും അതേപോലെ ഒരു ഭീതി തോന്നിക്കുന്നതുമായിട്ടുള്ള ഒരു ആശങ്ക തോന്നിക്കുന്നതുമായിട്ടുള്ളൊരു വാർത്ത എനിക്ക് കിട്ടി. അതിങ്ങനെയാണ്. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഒക്കെ യുദ്ധമുനയിൽ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് നമ്മളെ തന്നെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ വരുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ നൽകിയ ഒരു നേവി ആസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. നേവി ഉദ്യോഗസ്ഥൻ എന്നതുകൊണ്ട് തന്നെയാണ് എനിക്കത് ആശങ്ക തോന്നിയത്, ഒപ്പം ഭീതി. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സാറിനറിയാം? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വളരെ ടോപ്പ് സീക്രട്ടായിട്ട് തന്നെയായിരിക്കും. നമുക്കൊരു പത്രക്കാരന് പോലും അത് ചോർത്തിയെടുക്കാനോ ഒന്നും പറ്റുകയില്ല. അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത്ര ടോപ്പ് സീക്രട്ടായിരിക്കും. അല്ലെങ്കിൽ കേബിൾ ന്യൂസ് അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ എന്തെങ്കിലും ഒരു അട്ടിമറി, വാട്ടർ ഗേറ്റ് സ്കാൻഡൽ പോലുള്ള ഒരു അട്ടിമറി നടത്താതെ നമുക്ക് കാര്യങ്ങളൊന്നും പുറത്തു വരികയില്ല. അത് ഉടനെയൊന്നും പുറത്തു വരികയില്ല. പഴയ കാര്യം 10-30 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ കഴിയും. ഞാൻ രഞ്ജിനി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഞെട്ടി. ഇതൻ എന്തുവാ പറയാൻ പോകുന്നത്, രാവിലെ ഞെട്ടിച്ചത് രഞ്ജിനി എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഞെട്ടലും തോന്നുന്നില്ല. ഇതൊരു സ്ഥിരം സംഭവമാണ്, എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കാറുള്ളതുമാണ്. പക്ഷെ നമ്മൾ ഞെട്ടേണ്ടത് അപ്പോഴാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ പിടിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. സർ, കാശ്മീരിൽ നിരവധി പേരെ, ഭീകരവാദികളെ സഹായിച്ച നിരവധി പേരെ ഇപ്പോൾ NIA പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അതും ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും ഓപ്പറേഷൻ സിന്ദൂറിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ചാരപ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഞെട്ടേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു അണുവീടോ ഒന്ന് മാറിയിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്താകുമായിരുന്നു? അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയേനെ. ഇതിലൊന്നും വലിയൊരു അത്ഭുതമില്ല. നമ്മുടെ ഈ ചാരപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏതൊരു സന്ദർഭത്തിൽ. അതിന് പ്രലോഭനീയമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക. 2 പ്രധാനപ്പെട്ട പ്രലോഭനങ്ങൾ എന്ന് പറയുന്ന മദ്യം, ഒന്ന് മദിരാക്ഷി, രണ്ടാമത്തേത് മദിരാക്ഷി, ഒന്നാമത്തേത് മദിരാക്ഷി, പിന്നെ രണ്ടാമത്തേത് മദ്യം. ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ലോകചാരപ്രവർത്തനങ്ങൾ, മാതാഹരി എന്നൊക്കെ പറയുന്ന വളരെ സുപ്രസിദ്ധരായിട്ടുള്ള ചാര വനിതകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതല്ല. അതാ വളരെ കൊവേഴ്സീവായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രലോഭനം സൃഷ്ടിക്കാൻ കഴിയുള്ള സ്ത്രീകളെയാണ് ഇതിനായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. വീഴുന്നതാര? ഇത് ദൗർബല്യങ്ങളായിട്ടുള്ളവർ, നല്ല ഉറച്ച മനസ്സില്ലാത്തവർ, വിൽ പവർ ഇല്ലാത്തവർ അതിൽ വീഴും. അങ്ങനെ ഒരാളായിരുന്നു അയാളുടെ പേര് ഭാരത് യാദവ്, അല്ലേ? ഭാരത് യാദവ് ആണോ വിശാൽ യാദവ്? വിശാൽ യാദവ് എന്ന് പറയുന്ന ആൾ. ഭാരതം എന്ന് പറയും. അതിനാണ് ആനുഷംഗികമായിട്ട് പറയട്ടെ, ഈ ഒരു മദ്യം, മദിരാക്ഷി ഇവയുടെ അടിമത്തത്തോട് ഇങ്ങനെ രാജ്യവിരുദ്ധമായി പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ് രഞ്ജിനി വിയോജിക്കുമെങ്കിലും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് വയ്ക്കുകയും പൂക്കളർപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ഗവർണർ. കാരണം ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമായിട്ട് വരണം. അതാണ് യഥാർത്ഥ ദേശസ്നേഹം. അമ്മയെ വഞ്ചിക്കുകയില്ല എന്നൊരു തോന്നൽ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ മാത്രമാണോ അത് യഥാർത്ഥ ദേശസ്നേഹമായിട്ട് പരിണമിക്കുന്നത്. വെറും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള പ്രതിജ്ഞ നാവ് കൊണ്ട് ചൊല്ലിയിട്ട് കാര്യമില്ല. അത് മനസ്സിലെ അടങ്ങാത്ത ഒരു വികാരമായിട്ട് ഉൾക്കൊള്ളണം. അതിനെയാണ് നമ്മൾ ദേശസ്നേഹം എന്ന് വിളിക്കേണ്ടത്. ആ ദേശസ്നേഹമില്ലായ്മയുടെ ഒരു വലിയ ദൗർബല്യം ഇന്ത്യ രാജ്യത്തിനുണ്ട്. അത് പലതരത്തിൽ, രാഷ്ട്രീയമായിട്ടാണെങ്കിലും ചിലപ്പോൾ ഇതുപോലെ ദുർബലമായ മനസ്സുള്ള വിശാല യാദവന്മാർ, അവൻ്റെ പേര് വിശാല യാദവൻ എന്നാണെങ്കിലും സങ്കുചിതമായിട്ടുള്ള മനസ്സുള്ളവനാണവൻ. അതുകൊണ്ടാണ് ഇയാൾ, നമ്മൾ അറിയുന്നിടത്തോളം ഇയാളുടെ ട്രജക്ടറി അനുസരിച്ചിട്ട് ഇയാളൊരു ഓൺലൈൻ ഗെയിമിൻ്റെ അടിമ കൂടിയാണ്. അങ്ങനെ എന്തിനും ഓൺലൈൻ ഗെയിമിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന് ഒരു ശക്തിയില്ലാത്ത ആളാണെന്ന് അതിൻ്റെ അർത്ഥം. വിൽ പവർ ഇല്ലാത്തവരാണ് ഇതിന് പെട്ടെന്ന് പോകുന്നത്. മദ്യത്തിനായാലും ശരി, മദിരാക്ഷിക്കായാലും വീണു പോകുന്നത് ഇച്ഛാശക്തിയില്ലാത്ത പൊട്ടന്മാർ. ഞാൻ ശരിക്കുള്ളതിൽ പറഞ്ഞാൽ പൊട്ടന്മാരാണ്. നമ്മളുടെ ജീവിത ദർശനം എന്താണ്, അതനുസരിച്ച് പോവുക എന്നുള്ളത്. നമ്മുടെ ഭാരതമാതാവിനെ വഞ്ചിക്കാൻ ശരിയായിട്ടും ദേശസ്നേഹമുള്ള ലക്ഷ്യബോധമുള്ളവർ ഇന്ത്യക്കാരൻ ഒരിക്കലും തയ്യാറാവും. എത്ര കോടികൾ കിട്ടിയാലും, എത്ര സ്ത്രീകളുടെ സാന്നിധ്യം കിട്ടിയാലും ശരി, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒന്നല്ല ഈ ദേശസ്നേഹം. എന്നെന്ന് പറഞ്ഞാൽ അമ്മയോട് സ്നേഹമുള്ള ഒരാൾ, അമ്മയുടെ വാത്സല്യം അനുഭവിച്ച ഒരാൾ അമ്മയെപ്പറ്റി
എന്തെങ്കിലും മോശമായിട്ട് അടുത്ത വീടുകളിൽ ചെന്ന് പറയുമോ? അമ്മയുടെ രഹസ്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്കുമോ? കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്കുമോ? എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു ബിംബമാകേണ്ടതാണ് ഭാരത മാതാവ് എന്ന് പറയുന്നത്. അതിനാണ് ഭാരത മാതാവ് എന്നുള്ള സങ്കല്പം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും നെഹ്റുവും എല്ലാം. ഭാരതമാതാ ക്ഷേത്രം പോലും ഉണ്ട്, ഭാരതാംബ ക്ഷേത്രം പോലും ഉണ്ട്. അതൊരു ക്ഷേത്രമായിട്ട്, ഒരു വിഗ്രഹമായിട്ട് നമ്മൾ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു വികാരം ഇല്ലാത്തത് കൊണ്ടാണ്, ആ ഒരു ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഞെട്ടിയില്ല എന്ന് പറയാൻ കാര്യം, അങ്ങ് അകലെ രാജസ്ഥാനിൽ പോകേണ്ടതായിട്ടില്ല. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഇതുപോലെ സംശയകരമായ സാഹചര്യത്തിൽ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇവരെല്ലാം ഹിന്ദു പേരുകളുള്ളവർ തന്നെയാണ്. അവർ തന്നെയാണ് ഈ ഭാരതത്തെ സ്നേഹിക്കാതെ അന്യനാട്ടിലെ സുന്ദരിയായ സ്ത്രീയെ സ്നേഹിക്കാൻ പോയിരിക്കുന്നത്, അവർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത്. അത് രഞ്ജിനി പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ തന്നെ നടത്തി എന്ന് പറയുന്നത് ഇയാൾ കൊടും ചതിയനാണ്, രാജ്യദ്രോഹിയാണ്, രാജ്യത്തെ ഒറ്റുകൊടുത്തു. ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് പറയുന്നതും മതമില്ല എന്ന് പറയുന്നതിലും വ്യത്യാസം. കാരണം ഇതിപ്പോ പറഞ്ഞ പോലെ ഹിന്ദു പേരുകളാണ്. ജ്യോതി മൽഹോത്ര ഒരു വ്ളോഗർ ഇത്തരത്തിലുള്ള ചാരപ്രവൃത്തി ചെയ്തു. അപ്പം ഒരു ഭീകരവാദത്തിന് മതമില്ല. ശരിക്കും ഇത് ഭീകരവാദമല്ല, ചാരപ്രവർത്തനത്തിന്. മാതാഹരി ഡബിൾ ഏജന്റ് ആയിരുന്നു. അവർക്ക് 2 രാജ്യങ്ങളോടും കൂറില്ലായിരുന്നു. അമേരിക്കയുടെയും റഷ്യയുടെയും ചാരപ്രവർത്തനം ഡബിൾ ഏജന്റായിട്ട് നടത്തുകയായിരുന്നു. ഇത് ചാരപ്രവർത്തനമാണ്. നമ്മൾ ടെററിസവുമായിട്ട് ഇത് ആണ്. പക്ഷേ താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നാണ്. താനൊരു പൊട്ടനാണെന്നുള്ള അയാൾ മനസ്സിലാക്കുന്നില്ല. തൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാ പോകുമെന്ന് അറിയത്തില്ല. ഒരു നിമിഷത്തിൻ്റെ സുഖം. ഇപ്പം നോക്കൂ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം കള്ളു കുടിക്കുന്ന ആളുകൾക്കറിയാം അവരുടെ കരളിന് ഇത് കുഴപ്പമുണ്ടാക്കും, അറിയും, കുടുംബത്തിന് ഇത് കുഴപ്പമുണ്ടാക്കും, പണം വെറുതെ പോവും. കുടിക്കാതിരിക്കുന്നുണ്ടോ? അഡിക്ഷനായി കഴിയും എന്ന് പറയുന്നത് പോലെ ഒരു ലഹരിയായിട്ട് ഇതങ്ങ് മാറുകയാണ്. അവൾ ചോദിക്കാം, പ്രിയ ശർമ്മ എന്നാണ് പെണ്ണിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഒരിക്കലും അത് പ്രിയ ശർമ്മ ആയിരിക്കത്തില്ല. ആ രാജ്യത്തിനോട് കൂറുള്ള ഒരു മുസ്ലിം സ്ത്രീ തന്നെ ആയിരിക്കും. പ്രിയ ശർമ്മ ഒരുപാടുണ്ട് ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും വരുന്നുണ്ട്. പ്രിയ ശർമ്മ വീണ്ടും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിയ ശർമ്മ വീണ്ടും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ഈ വയസ്സുകാലത്ത് എന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കറിയുന്നത് ആ പ്രിയ ശർമ്മ ആണോ ഇതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് പോലെ അതിനടിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നോക്കൂ, ഞാൻ ആ ഡിലീറ്റ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൾ പറയുന്നത് ആ ലോകത്തേക്കെല്ലാം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് തെറ്റായ മാർഗമാണ്. എന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരാളും ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് എത്രയോ പേര് സുന്ദരന്മാരും സുന്ദര കുട്ടപ്പന്മാരും ഒക്കെ ഉണ്ട് എന്ന് അറിയാനുള്ള വിവേകവും പക്വതയും എനിക്കുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ ഒന്നും വഴിതെറ്റി ഞാൻ സഞ്ചരിക്കുകയില്ല, ആ പഥസഞ്ചാരം നടത്തുകയില്ല. പക്ഷേ ഇതുപോലുള്ള ചെറുപ്പക്കാരുടെ കാര്യം അങ്ങനെയല്ല. ഒരു പെണ്ണിൻ്റെ പുഞ്ചിരി കണ്ടിട്ട്, അല്ലെങ്കിൽ അവളുടെ വാക്കുകളുടെ ആ ഒരു പൈങ്കിളിത്തം കണ്ടിട്ട് അതിനടിമയായി പോയിട്ട് അവൾ ഓഫർ ചെയ്യുന്ന എന്തും സ്വീകരിച്ചുകൊണ്ട്, കൂടുതൽ പറയുന്നില്ല, ആ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു സുഖാനുഭൂതിക്ക് വേണ്ടിയിട്ട് എന്തും രാജ്യത്തിൻ്റെ രഹസ്യം പോലും കൊടുക്കാൻ തയ്യാറാകുന്ന ദുർബല മനസ്സുകളാണ് ഇവരെന്ന് മാത്രമേ പറയൂ. ഈ ദുർബല മനസ്സിനെ അവൾ മാക്സിമം മുതലാക്കി അതാണ് ചെയ്യുന്നത്. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാരണം അവളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, രാജ്യം നിയോഗിച്ച ഡ്യൂട്ടി ചെയ്യുന്നു. നമ്മളോ അതിന് വിധേയരായി നമ്മുടെ ദൗർബല്യം ഇത്രമാത്രം ഉണ്ട്. ഇത്തരം പഴുതുകൾ ഏത് രാജ്യത്തും ഉണ്ടാവും. അമേരിക്കയിലുണ്ട്, ഇറാനിലുണ്ടല്ലോ. ഇറാനിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ നമ്മളെപ്പോലെ പാരമ്പര്യമുള്ള സംസ്കാരമുള്ള ഒരു രാജ്യമാണത്. എന്നിട്ടും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വളഞ്ഞിട്ട് പിടിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റിന് കഴിയുന്നു. വളരെ അസാധ്യമായിട്ടുള്ള ആ കാര്യം നടക്കുന്നു. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇട്ടിരിക്കുകയാണ്. പുറകെ നടന്നിട്ടാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഇതുപോലെ ഉണ്ടോ കൂമർ നാരായണൻ കേസ്, ചാരക്കേസ് വളരെ പ്രസിദ്ധമായിരുന്നു. അതിൽ ഡോക്ടർ PJ അലക്സാണ്ടർക്ക് പോലും പങ്കുണ്ടെന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന PJ അലക്സാണ്ടർ മഹാരാഷ്ട്ര ഗവർണറുമായിരുന്നു, അയാൾക്ക് പോലും പങ്കുണ്ടെന്ന് വരെ അന്ന് EMS പറഞ്ഞിരുന്നത്. ഞങ്ങൾ അലക്സാണ്ടർ ചാരവൃത്തി ചെയ്തു എന്ന് പറയുന്നില്ല, പക്ഷേ സംശയിക്കണം എന്ന് വരെ എത്തിയ ഘട്ടങ്ങളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.